ഇറാൻ യുദ്ധം 40 ദിവസം പിന്നിട്ടിട്ടും അതിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ പിന്തിരിയാതെ വന്ന സമയത്താണ് അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് പാലിക്കാമെന്ന് ഇറാനും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് എങ്കിലും ഇസ്രയേലും സമ്മതിച്ചു. പക്ഷേ ഇറാന് അത് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു. ഇറാനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്കിൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള ഒരു കപ്പലും കടത്തിവിടില്ല എന്നായിരുന്നു US നിലപാട്. യുഎസിന്റെ ഈ നിലപാടിനെ വെല്ലുവിളിച്ച് റഷ്യയുടെ ഒരു ആഡംബര കപ്പൽ ഇന്നലെ ഈ വഴി കടന്നുപോയി. റഷ്യൻ പതാകയുള്ള സ്വകാര്യ ആഡംബര നൗകയായ നോർഡ് എന്ന സൂപ്പർ യാട്ട് അമേരിക്കയുടെ ഉപരോധത്തെ വെല്ലുവിളിച്ച് ഹോർമൂസ് കടന്നത് യുഎസിന്റെ ഉപരോധത്തിന്റെ കാഠിന്യത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഏതോ ഒരു സ്വകാര്യ ആഡംബര നൗക എന്നതിനപ്പുറം അമേരിക്കയുടെ അടക്കം പാശ്ചാത്യ ഉപരോധം നേരിടുന്ന അലക്സി മൊർദാഷോവിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ യാട്ടാണ് US ഉപരോധത്തെ വെല്ലുവിളിച്ച് ഹോർമൂസ് കടന്നത് എന്നത് അമേരിക്കൻ ആധിപത്യത്തിനേറ്റ തിരിച്ചടിയായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഇറാൻ റഷ്യ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നോർഡ് സൂപ്പർ യാട്ട് സുരക്ഷിതമായി കടലിടുക്ക് കടന്നതിനെ നോക്കിക്കാണേണ്ടത്. അമേരിക്കൻ ഉപരോധം കടുത്തതോടെ സ്വകാര്യ കപ്പലുകൾ ഹോർമൂസ് പാത ഒഴിവാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് നോർഡിന്റെ ആഡംബര യാത്ര എന്നതും ശ്രദ്ധേയം. തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനിൽ നിന്നുള്ള നയതന്ത്ര സംഘത്തിന് റഷ്യയിൽ സ്വീകരണം നൽകിയിരുന്നു. ഇറാനും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഇരുകൂട്ടരും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അവർക്ക് എന്ത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും ചെയ്യുമെന്ന് പുടിൻ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് പുടിനുമായി വളരെ അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുകൂടിയായ അലക്സി മൊർദഷോവിന്റെ ആഡംബര നൗക സുരക്ഷിതമായി ഹോർമൂസ് കടന്നത്. പുടിന്റെ അടുത്ത അനുയായിയും സ്റ്റീൽ വ്യവസായിയുമാണ് അലക്സി മൊർദാഷോവ്. അമേരിക്ക അടക്കം UK, യൂറോപ്പ് തുടങ്ങി പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ഉപരോധം നേരിടുന്ന വിവാദ വ്യവസായിയുമാണ്. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന ഹോർമൂസിലൂടെ തന്നെ മൊർദഷോവ് കപ്പലിൽ സഞ്ചരിച്ചത് തനിക്കെതിരായ ഉപരോധത്തിനൊപ്പം ഹോർമൂസിലെ US ഉപരോധം കൂടി വെല്ലുവിളിക്കുന്നതാണ്. അതേസമയം കഴിഞ്ഞ ദിവസവും ഇറാനിയൻ എണ്ണയുമായി കടന്നുപോയ 2 എണ്ണ ടാങ്കർ കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള 142 മീറ്റർ നീളമുള്ള വെസലാണ് നോർഡ് എന്ന സൂപ്പർ യാട്ട്. ഏകദേശം $500 മില്യൺ നോർഡിന്റെ നിർമ്മാണ ചെലവ്. ഇന്ത്യൻ കറൻസിയിൽ കണക്ക് കൂട്ടിയാൽ 4200 കോടി രൂപയോളം. ജലോപരിതലത്തിൽ കാണുന്നത് പോലെ തന്നെ വെള്ളത്തിനടിയിലേക്ക് സബ്മറൈൻ ഭാഗവും കപ്പലിനുണ്ട്. ഒപ്പം ഹെലിപ്പാഡ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയാണ് ഈ കപ്പൽ ദുബായിൽ നിന്ന് പുറപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെ അൽ മൗജ് മറീനയിൽ നങ്കൂരമിട്ടു. ഇതിനുശേഷം മസ്കറ്റിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ തിങ്കളാഴ്ച കടുത്ത അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നതിനിടെ തന്നെ ഹോർമൂസ് കടക്കുകയായിരുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് മൊർദഷോവിന് അമേരിക്കയും UKയും യൂറോപ്പും ഉപരോധം ഏർപ്പെടുത്തുന്നത്. നോർഡ് പിടിച്ചെടുക്കാൻ മുൻപ് ഹോങ്കോങ്ങും മാലദ്വീപും വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. റഷ്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ മൈനിങ് കമ്പനിയായ സെവർസ്റ്റലിന്റെ ഉടമയായ അലക്സി മൊർദഷോവ് റഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. $37 ബില്യൺ അദ്ദേഹത്തിന്റെ സമ്പാദ്യം. നോർഡ് സൂപ്പർ യാട്ട് എന്ന ആഡംബര കപ്പൽ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലല്ല. രേഖകൾ പ്രകാരം നോർഡ് ഇപ്പോൾ മൊർദഷോവിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ പേരിലാണ്. നോർഡ് ഹോർമൂസ് കടക്കുമ്പോൾ മൊർദഷോവ് കപ്പലിന്റെ ബോർഡിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അടുത്തിടെ ഹോർമൂസ് കടന്ന വിരലിലെണ്ണാവുന്ന ആഡംബര കപ്പലുകളിൽ ഒരെണ്ണമാണ് നോർഡ്. മാരിടൈം ട്രാഫിക്കിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ ഹോർമൂസ് കടക്കുന്ന സ്വകാര്യ വെസലുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഹോർമൂസിനെ ചൊല്ലി ഇറാൻ അമേരിക്ക തർക്കം തുടരുന്നതിനിടെ ഇറാനും റഷ്യയും നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമൂസ് മേഖലയിൽ അമേരിക്കൻ ഉപരോധം കടുപ്പിക്കുകയും സ്വകാര്യ കപ്പലുകൾ ഈ പാത ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ദിവസം റഷ്യയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കും സംഘത്തിനും ഹൃദ്യമായ വരവേൽപ്പാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ലഭിച്ചത്. ഇവിടെ അരാക്ചിയും പുടിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ നടത്തിയ പ്രസ്താവനയും യുദ്ധത്തിലടക്കം ഇറാന് റഷ്യ സഹായം നൽകുന്ന തരത്തിൽ നയതന്ത്ര ബന്ധം ശക്തമാകുന്നതിന്റെ സൂചനയാണ്. അമേരിക്കൻ ഇസ്രായേൽ സമ്മർദ്ദങ്ങൾക്കിടയിലും പരമാധികാരത്തിനായി പോരാടുന്ന ഇറാന് പുടിൻ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴവും ശക്തിയും എന്നാണ് പുടിനുമായും സെർജി ലാവ്റോവുമായുള്ള ബന്ധത്തെയും കൂടിക്കാഴ്ചയും അബ്ബാസ് അരാക്ചി വിശേഷിപ്പിച്ചത്. ലോകത്തെ മൊത്തം ക്രൂഡ് ഓയിൽ LNG വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാനും അമേരിക്കയും തുടരുന്ന നിയന്ത്രണങ്ങൾ ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സംഘർഷം നിലനിൽക്കുന്നതിനാൽ ക്രൂഡ് ഓയിൽ വിലയും ക്രമാതീതമായി ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $109 ഉയർന്നു. ഹോർമൂസ് തുറക്കാനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ തനിക്ക് തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു.
ഇതോടെ ഇറാൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. US ഉപരോധം നീക്കിയാൽ ഹോർമുസ് തുറക്കാമെന്നാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ ഇറാൻ ചുങ്കം വാങ്ങുന്ന കപ്പലുകളെ മാത്രം കടത്തിവിടുന്ന തരത്തിലുള്ള ഹോർമുസ് തുറക്കൽ ഒരിക്കലും ഉപരോധം നീക്കൽ അല്ല എന്ന നിലപാടിലാണ് അമേരിക്ക. ഹോർമുസ് അടിയന്തരമായി തുറക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം ആഗോള ഊർജ്ജ സുരക്ഷയെയും ഭക്ഷണ ലഭ്യതയെയും വ്യാപാരത്തെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് എന്നും ഇതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കുകയാണ് എന്നും UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രമായി സമുദ്രപാതകളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം സാമ്പത്തികവും മാനുഷികവുമായ അനിവാര്യതയാണ് എന്ന് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. കപ്പലുകളിൽ നിന്ന് പ്രത്യേക ടോൾ ഈടാക്കാതെയും യാതൊരുവിധ വിവേചനവുമില്ലാതെയും കടലിടുക്ക് തുറന്നു നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നത്. അതേസമയം ഹോർമുസ് കടക്കുന്ന കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കുന്ന ടോൾ ബൂത്ത് സംവിധാനം തുടങ്ങാനുള്ള ഇറാൻ നീക്കം അംഗീകരിക്കാനാകില്ല എന്ന് US കർശന നിലപാടെടുത്തിട്ടുമുണ്ട്. അന്താരാഷ്ട്ര സമുദ്രപാതയിൽ ആർക്കും സ്വന്തം നിലയ്ക്ക് അധികാരം സ്ഥാപിക്കാനാകില്ല എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ഇറാൻ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുന്ന അമേരിക്കൻ നടപടി കടൽ കൊള്ളയും സായുധ കവർച്ചയുമാണ് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇറാന്റെ ഹോർമുസ് ഉപരോധം ആഗോള വിപണിയിൽ എണ്ണവില വർധനവിനും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് US നാവികസേനയുടെ പ്രകോപനം.